ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ടോബർമോറി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഒൻറ്റാറിയോ പ്രൊവിൻസിലുള്ള ടോബർമോറി എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ നമ്മൾ കേംബ്രിഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 300 കിലോമീറ്റർ അടുത്തുണ്ട്, 200-300 കിലോമീറ്റർ അടുത്തുണ്ട്. നമ്മൾ ആദ്യം കേംബ്രിഡ്ജിൽ നിന്ന് ഗൾഫ് എന്ന് പറയുന്ന സ്ഥലത്ത് GUELPH ഗൾഫ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് ഗ്യാസ് പെട്രോൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിക്കാണെങ്കിലുണ്ടല്ലോ നിറച്ച് പശുക്കൾ മേയുന്നതായിട്ടുള്ള കുറേ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പറയുന്ന പശുക്കൾ ഈ പറയുന്ന ലൈഫ് സ്റ്റോക്സിനെ അഴിച്ചു വിട്ടിട്ട് അവർ മേയ്പ്പിക്കുക. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ കണ്ട് നമ്മൾ ടോർമൂറിലേക്കുള്ള യാത്ര അങ്ങനെ ഇവിടെ ഓരോയിടത്ത് നമ്മളൊന്ന് ഒരു സ്റ്റോപ്പ് ചെയ്യില്ല, അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഫാം ഹൗസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പശുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പെട്ടെന്ന് നടന്ന് ചെന്നപ്പോൾ അതുങ്ങളെല്ലാം അങ്ങോട്ട് ഓടിപ്പോയി. എന്നിട്ട് പിന്നെ നമ്മൾ യാത്ര തുടരുക. ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ടോബർമോറി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു വരമ്പ് പോലെ ഒരു വലിയ നീളത്തിലുള്ളൊരു ഭൂപ്രദേശമാണ് ടോബർമോറി എന്ന് പറയുന്നത്. ടോബർമോറി പെനിൻസുല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ യാത്ര ചെയ്ത് പോകുമ്പോൾ പിന്നെ ഒരു തണൽ പ്രദേശത്തേക്ക് ഈ പശുക്കളെല്ലാം ഇത്തിരി കൂടി ചൂട് വന്നപ്പോൾ അങ്ങോട്ട് മാറിയിരിക്കുക. ഇപ്പം നമ്മൾ ടോബർമോറിലെത്തി കേട്ടോ. ടോബർമോറി എന്ന് പറയുന്ന സ്ഥലം ഞാൻ പറഞ്ഞല്ലോ, 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ളതാണെന്ന്. അപ്പോൾ അവിടെ ടോബർമോറിയുടെ ടിപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ടിപ്പിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ അവിടെ ഒരു ക്രൂയിസ് ഷിപ്പൊക്കെ ഉണ്ട്, പിന്നെ ഒരുപാട് ബോട്ടുകളൊക്കെ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ട് ഉണ്ടോ. പിന്നെ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ഹൗസ് കാണാൻ വരുന്നു. പിന്നെ വണ്ടി കൊണ്ടുപോയി നമ്മളൊരു പാർക്കിംഗ് സ്പോട്ട്, അത് ഇത്തിരി ഒരു ദൂരത്തുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ അത്രയും ദൂരം ആൾക്കാർ പാർക്ക് ചെയ്തിട്ട് നടന്നു വരണ്ടെന്നുള്ളത് കൊണ്ട് അവരൊരു ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ചെറിയൊരു മിനി ബസ്. അതിന് വന്ന് നമ്മളവിടെ ഇറങ്ങി ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ വന്നിട്ട് ബോട്ട് ജെട്ടിയുടെ അവിടെ വന്നത്. അപ്പോൾ ബോട്ട് ജെട്ടി എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് അവിടെ നമുക്ക് മറ്റു നമ്മുടെ മുന്നേ ഉള്ള ബോട്ട് പോയി അത് ആ ലൈറ്റ് ഹൗസ് ലക്ഷ്യമായിട്ടാണ് പോയി. ഇപ്പം നമ്മൾ നമ്മുടെ ബോട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി ഇറങ്ങി ചെല്ലും. അപ്പോൾ ഈ ബോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു ട്രാൻസ്പെറൻറ്റ് വ്യൂ ഉള്ളൊരു ബോട്ടാണ്. ഈ ബോട്ടത്തിലൊരു ഗ്ലാസ് വെച്ചിട്ടുള്ളൊരു സംഭവമുണ്ട്. അതിൽ കൂടി നമുക്ക് ബോട്ടം കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോട്ടാണിത്. ഇതിൻ്റെ മേലെ ഈ പറയുന്ന മറ്റേതുപോലത്തെ ഡബിൾ ഡെക്കർ അല്ല, ഇത് സിംഗിൾ ഡെക്ക് ബോട്ടാണ്. അതിനകത്ത് കയറി നമ്മൾ യാത്ര ചെയ്യുക. അപ്പോൾ ഈ ടോബർമോറി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത ഇത് ഒരു ലേക്കിലാണ്, ലേക്ക് ഒൻറ്റാരിയോ എന്ന് പറയുന്ന ലേക്കിൻ്റെ ഭാഗത്താണ്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ വേറൊരു പ്രത്യേകത, ഇവിടെ ഈ ലേക്ക് ഒരു പ്രത്യേക പ്രദേശത്ത് പണ്ട് കാലത്ത് ഒരുപാട് കപ്പലുകൾ വന്നിട്ട് മുങ്ങിപ്പോയിട്ടുണ്ട്. ആ മുങ്ങിപ്പോയിട്ടുള്ള കപ്പലുകളൊക്കെ ടോബർമോറിയിലേക്ക് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവർ ഇട്ടിട്ടുണ്ട്. എന്നാലും അത് നമ്മൾ കരയിലേക്ക് എത്തിച്ചിട്ടില്ല, ഈ പറയുന്ന വെള്ളത്തിൽ തന്നെ ലേക്കിൽ തന്നെ ഇങ്ങനെ ഇട്ടിരിക്കുക. അപ്പോൾ അത് നമ്മൾ ഈ യാത്രയിൽ നമുക്ക് ആ ലേക്ക് ഒൻറ്റാരിയോയിലെ ഈ ടോബർമോറി ഭാഗത്ത് കൊണ്ടുവന്നിട്ടിട്ടുള്ള പറയുന്ന കപ്പലുകൾ കായലിൻ്റെ ഈ പറഞ്ഞ ലേക്കിൻ്റെ അടിത്തട്ടിൽ കാണാൻ സാധിക്കുന്നതാണ്. അത് കണ്ടിട്ട് വരുന്നൊരു ചെറിയൊരു ക്രൂസ് ഷിപ്പാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ കുറച്ചുകൂടി പോകുമ്പോൾ ഇത് കണ്ടോ, ഇത് ഈ പറയുന്ന അവിടുത്തെ ഒരുപാട് ബോട്ടുകൾ, പിന്നെ ചെറിയ ചെറിയ വീടുകൾ, ഈ പറഞ്ഞ വെക്കേഷൻ ഹോംസ് ആയിരിക്കും, വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള വെക്കേഷൻ ഹോംസൊക്കെയാണ് കാണുന്നത്. അതൊക്കെ കണ്ട് നമ്മൾ പോകുന്ന ആ കപ്പലുകളിൽ അടിത്തട്ടിൽ വലിച്ചിട്ടിരിക്കുന്ന ആ പ്രദേശത്തേക്കാണ് പോകുന്നത്. കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ആ കപ്പലുകളൊക്കെ കാണാം. ഇപ്പോൾ കപ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കപ്പലല്ല, ചെറിയ ബോട്ടുകളാണ്. അപ്പോൾ അതൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഏകദേശം ആ ഭാഗത്തെത്തി താഴേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇതെവിടെയാണ് ഈ ബോട്ട് കിടക്കുന്നത്. പതുക്കെ അതൊക്കെ ദൃശ്യമായിട്ടാണ് തുടങ്ങിയിട്ടുണ്ട്. താഴെ കണ്ടോ അവിടെ കപ്പൽ കിടക്കുന്നത് കണ്ടോ. ഇനി ഈ കപ്പലിന് ചുറ്റി ഈ ബോട്ട് ഇപ്പോൾ നമ്മളുടെ ബോട്ട് ഇങ്ങനെ ചുറ്റി കാണിക്കും, അതിൻ്റെ ഓരോ ഭാഗങ്ങളെക്കുറിച്ചും വിവരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ
അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ കപ്പലിൻ്റെ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഈ കപ്പലടിത്തട്ടിലേക്ക് എത്തിച്ചത്, ഇതൊക്കെ അവർ വിവരിച്ചു. ഇത് 1800-കളിലൊക്കെയാണ് ഈ സമയം ഈ കപ്പലുകൾ അവിടെ ലേക്ക് ഒൻറ്റാറിയോയിൽ തകർന്നടിഞ്ഞത്. അതിനുശേഷം പിന്നീട് ഇവർ കൊണ്ടുവന്ന് ഇവിടെ ഇടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ കപ്പലിൻ്റെ ഓരോ ഭാഗങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഞാൻ വിചാരിച്ചിരുന്നത് ഈ പറഞ്ഞ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ കൂടി താഴത്തോട്ട് നോക്കുമ്പോഴാണ്, പക്ഷേ അല്ല. നമുക്ക് കപ്പൽ ഈ പറഞ്ഞ ബോട്ടിൻ്റെ സൈഡിൽ കൂടി തന്നെ, ജനലിൽ കൂടി തന്നെ ഈ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. വളരെ വളരെ ക്ലീനായിട്ടുള്ള വെള്ളമാണ് ഈ ലേക്ക് ഒൻറ്റാറിയോയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ വെള്ളത്തിൽ കൂടി ആ കപ്പൽ വളരെ വ്യക്തമായിട്ട് കാണാം. നമ്മുടെ നാട്ടിലെ പോലത്തെ ചെളിയുള്ള വെള്ളമൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിനിപ്പോൾ പോവുക. അപ്പോൾ നമ്മൾ ആ വഴിക്ക് തന്നെ അങ്ങ് പോയി. പിന്നെ ഇനിയൊരു ദീർഘമായ യാത്രയാണ്. 2 മണിക്കൂറാണ് ഈ പറഞ്ഞ ടോബർമൂറി ഏരിയ മാത്രമാണ്, ലേക്ക് ഒൻറ്റാറിയോ മൊത്തമൊന്നുമില്ല, ഈ ടോബർമൂറി ഏരിയ മാത്രമായിട്ട് നമ്മൾ കാണുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അത് ഒരുപാട് ദൂരമുണ്ട്. 2 മണിക്കൂറാണ് നമ്മൾ ഇനി യാത്ര ചെയ്യാൻ പോകുന്നത്. അതെ ഗൈസ്, ഇവിടെ നമ്മൾ മറ്റൊരു പ്രതിഭാസം, ഒരു കാഴ്ചയാണ് ഫ്ലവർ പോട്ടെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചെടിച്ചട്ടി പോലെ ഇരിക്കും. അപ്പോൾ അത് ഒരു കുറ്റി പോലെ ഇരിക്കും. അപ്പോൾ അത് ഉണ്ടായത് പാറക്കെട്ടുകളിൽ കാറ്റും തിരമാലകളൊക്കെ അടിച്ച് പാറക്കെട്ട് രൂപാന്തരം പ്രാപിച്ചുണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഫ്ലവർ പോട്ടെന്ന് പറയുന്നത്. ഈ ഫ്ലവർ പോട്ട് കാണുന്നതിനായിട്ട് വന്ന് യാത്രക്കാർ മറ്റൊരു ക്രൂസ് ഷിപ്പിൽ നിന്ന് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകും. ഈ ബോട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ബോട്ടിൻ്റെ താഴത്തെ കാഴ്ചകൾ വളരെ വിശദമായിട്ട് കാണാൻ പറ്റുമെന്നാണ് അവർ നമ്മൾ ടിക്കറ്റ് തന്നപ്പോൾ പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും ഇത് വളരെ ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് വിൻഡോ ആണ് താഴെ ബോട്ടിലുള്ളത്. അപ്പോൾ ബോട്ടിൻ്റെ താഴെയുള്ളത്. അപ്പോൾ അതിൽ കൂടി കുറച്ച് കാഴ്ചകൾ കണ്ടു. അതിനുശേഷം നമ്മൾ വന്ന് ബോട്ടിൻ്റെ പുറകു ഭാഗത്തുള്ള ഡെക്കിലിരുന്നു. അത് ചെറിയൊരു ഡെക്കാണ്, കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ഞാനിരുന്നു. അതിൻ്റെ പിറകിലേക്ക് നോക്കിയപ്പോൾ നല്ല ഈ പറഞ്ഞ ബോട്ട് പോകുന്ന വഴിയിൽ നല്ല തിരകളൊക്കെ ആയി നല്ല ഭംഗിയായിട്ടുള്ളൊരു ചിത്രം വരച്ച പോലെയാണ് ആ ഒരു കാഴ്ച കാണാൻ പറ്റിയത്. അങ്ങനെ പിന്നെ നമ്മൾ മുന്നേയും മുന്നോട്ട് പോയപ്പോൾ വേറൊരു ഐലൻഡ് വന്നു, വേറൊരു ദ്വീപ് വന്നു. ആ ദ്വീപിൻ്റെ തീരത്ത് കുറേ പാറക്കെട്ടുകളൊക്കെ ഉള്ള ഒരു തീരമാണത്. അപ്പോൾ അതിൽ നിന്ന് അതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ടോബർമൂറിയുടെ മറ്റോരോ ഭാഗങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴേക്കും ഒരു ക്രൂസ് ഷിപ്പാണ് അവിടെ കിടക്കുന്നത്. ഈ ക്രൂസ് ഷിപ്പ് നമ്മൾ കണ്ടു. ഈ ക്രൂസ് ഷിപ്പ് നല്ല നീളത്തിലാണ്. ഈ ബോട്ട് പോകുമ്പോൾ ബോട്ട് ആ ക്രൂസ് ഷിപ്പിനെ ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് യാത്ര ചെയ്ത് പോകുമ്പോൾ ക്രൂസ് ഷിപ്പിൻ്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഈ ക്രൂസ് ഷിപ്പ് ഒരു 4-5 ദിവസമൊക്കെ യാത്ര ചെയ്യുന്ന ഒരു ക്രൂസ് ഷിപ്പാണ്. ഈ പറഞ്ഞ മിക്കവാറും ഈ പഞ്ചമഹാ തടാകങ്ങളുടെ, അതായത് 5 ഗ്രേറ്റ് ലേക്സിൻ്റെ ഓരോ ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ കൂടെ ആയിരിക്കും ഈ ക്രൂസ് ഷിപ്പ് യാത്ര ചെയ്യുന്നത്. ക്രൂസ് ഷിപ്പ് വളരെ ഇതിലൊന്ന് യാത്ര ചെയ്താൽ കൊള്ളാമെന്ന് എൻ്റെ മനസ്സിലിപ്പോൾ തോന്നുന്നുണ്ട്. എന്നെങ്കിലും ഈ ക്രൂസ് ഷിപ്പ് യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോഴങ്ങനെ പോയി നമ്മൾ പതുക്കെ മറ്റ് തീരങ്ങളുടെ ഓരങ്ങളിലൂടെ പോവുകയാണ്. അവിടെ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത്തിരി കൂടി വ്യത്യസ്തമായിട്ടുള്ള പാറക്കെട്ടുകളാണ് ഈ തീരങ്ങൾ കാണുന്നത്.
അങ്ങനെ നമ്മൾ യാത്രയുടെ അവസാന ഭാഗത്ത്, ഈ പറയുന്ന ക്രൂയിസ് യാത്രയുടെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. 2 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ ബോട്ട് ജെട്ടിയിലേക്ക് എത്തി. അപ്പോൾ ഇവിടെയും ഇപ്പോൾ ഈ പറയുന്ന പാറക്കെട്ടുകളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഈ പാറകൾ താഴെ ഉണ്ട്. ബോട്ട് ജെട്ടിയിലെത്തി, പതുക്കെ ബോട്ടടുപ്പിച്ച് നമ്മൾ ബോട്ട് നമ്മുടെ നാട്ടിലേക്ക് പോലെ, നാട്ടിൽ ഈ പറയുന്ന വലിയ പോസ്റ്റ്, ഇപ്പോൾ പോസ്റ്റാണ്, പണ്ട് തെങ്ങിൻ തടിയായിരുന്നു ബോട്ട് ജെട്ടിയിലൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വളരെ നല്ല എന്താ പറയുക, ഒരു അലൂമിനിയം സ്ട്രക്ചറാണ്. അലൂമിനിയം പറയുന്ന റാമ്പാണ് ഇങ്ങോട്ടുള്ളത്. റാമ്പ്, പിന്നെ ബോട്ട് ജെട്ടി, ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടിയാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ മേലെ കയറി. നമ്മളുടെ ബോട്ടാണെങ്കിൽ അത് തിരിച്ചു പോവുക, അതിൻ്റെ ഡോക്യാർഡിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ബോട്ട് പോകുന്ന ആ കാഴ്ചയൊക്കെ കണ്ട് ഇനി ഈ പ്രദേശത്ത് ടോബർമൂടി കാണാൻ വരാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്തയുമായിട്ട് ഞാൻ എൻ്റെ യാത്ര ഈ യാത്ര അവസാനിപ്പിക്കുക. പക്ഷേ ഇനി ഇപ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം 4 മണിയൊക്കെ ആയിട്ടുള്ളൂ. ഇനിയും യാത്ര തുടരാനുണ്ട്. ഇനി 2 മണിക്കൂറാണ് തിരിച്ചെത്തിച്ചേരാൻ. നമ്മളങ്ങനെ ഈ ബ്ലൂ മൗണ്ടനിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഫ്രെഡ് റൈപ്പർ പാർക്ക് എന്ന് പറയുന്ന ഒരു ലേക്ക് സൈഡ് പാർക്കിലെത്തി. ഈ പാർക്കിൽ നല്ല വ്യൂ ഉണ്ട്, ലേക്ക് സൈഡാണ്. അപ്പോൾ ലേക്കിലേക്കുള്ള കാഴ്ചകൾ കാണാം. പിന്നെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ നമ്മൾ തോർത്തും അതിനുള്ള ഡ്രസ്സസ് ഒന്നും എടുത്ത് കാരണം കുളിക്കാൻ വേണ്ടി ഇറങ്ങിയില്ല. അങ്ങനെ ഈ ഗാർഡനൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അവിടെ കുറേ പീരങ്കികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പീരങ്കികളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഈ ദൂരത്ത് കാണുന്നുണ്ടോ, അതവിടെ ഒരു ചെറിയൊരു ലൈറ്റ് ഹൗസാണ്. അവിടെ ഒരുപാട് കോല് പോലെ ഉണ്ടാവും. അതിപ്പോൾ ഈ പറഞ്ഞ ചെറിയ ബോട്ടുകളുടെ പായ് കപ്പൽ പോലത്തുള്ള പറഞ്ഞ പായ് കെട്ടിത്തൂക്കുന്ന സാധനങ്ങളാണ്. ആ പായ് കെട്ടിത്തൂക്കുന്ന സംഭവങ്ങളാണ് അതുള്ളത്. അങ്ങനെ നമ്മൾ ബ്ലൂ മൗണ്ടനിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ രാത്രിയായി. ഇവിടുത്തെ ടിക്കറ്റൊക്കെ കിട്ടുന്ന ഇതിനി നടക്കത്തില്ല. അവിടുത്തെ വ്യൂവിങ് ടൈമൊക്കെ അവസാനിച്ച് കഴിഞ്ഞു. ഇനി എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, മേലെ കയറി ആ മൗണ്ടൻ്റെ ടോപ്പിൽ പോയി കണ്ടിട്ട് പോകാമെന്ന് ചോദിച്ചിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് മേലെ കയറിക്കൊണ്ടിരിക്കുക. ബ്ലൂ മൗണ്ടൻ്റെ ടോപ്പിൽ കയറി നോക്കിക്കഴിയുമ്പോൾ അവിടെ ആ നഗരത്തിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിൽ ടോപ്പ് വ്യൂ നമുക്ക് കിട്ടും. അതിൻ്റെ ദൂരത്തൊരു ലേക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മൊത്തം ലേക്സ് ആണല്ലോ. അങ്ങനെ പിന്നെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇനിയിപ്പോൾ രാത്രിയൊക്കെയായി, ഏകദേശം ഇപ്പോൾ 9 മണിയായി. ഇത്ര വെളിച്ചമാണെങ്കിൽ തന്നെ വൈകുന്നേരം കഴിഞ്ഞ് രാത്രി 9 മണിയായി. കാരണം ഇത് സമ്മർ ടൈം ആയതാണ്, ഇപ്പോഴും നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഗാർഡൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ നടക്കുക. ഇവിടെ ഇന്ന് നമ്മൾ പോയ ദിവസം ഒരു കല്യാണ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് രാത്രി ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്. 9 മണി 10 മണിയായി. ഇപ്പോഴെങ്കിലും തിരിച്ചാൽ രാത്രി ഒരു 12 മണിക്കെങ്കിലും വീട്ടിലെത്തുകയുള്ളൂ. ഇപ്പോൾ ആകെ ക്ഷീണിച്ചിരിക്കുന്നത് ആണ്. അപ്പോൾ വണ്ടിയിലാണെങ്കിൽ കുറച്ച് ബാർലി വെള്ളമുണ്ട്. ഇത്തിരി ബാർലി വെള്ളം കുടിച്ച് ആ ക്ഷീണം അകറ്റി തിരിച്ച് വീട്ടിലെത്തണം. ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വളരെയധികം നന്ദി അർപ്പിക്കുകയാണ്. ഇനിയും കുറേ വീഡിയോകളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിന് കുറേ താമസിക്കുന്നതാണ്. നിങ്ങൾ കാണുന്നതിന് നിങ്ങൾക്ക് വളരെ നന്ദി പറയുകയാണ്. ഇനിയും കാണുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. See you later. Bye.